രാഷ്ട്രീയ സന്ദേശയാത്രകളുടെ കാലമാണ് കേരളത്തിലിപ്പോൾ. ഏറ്റവും ഒടുവിൽ CPIയും പ്രചരണ ജാഥയുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. പോയിന്റ് ബ്ലാങ്കിൻ്റെ ഈ ലക്കത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. സ്വാഗതം. രാഷ്ട്രീയ ജാഥകളും യാത്രകളും പൗരൻ്റെ വഴിനടക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കരുത് എന്ന നടൻ മോഹൻലാലിൻ്റെ അഭിപ്രായത്തിൽ നിന്ന് തുടങ്ങാം. റോഡ് ബ്ലോക്ക് ഉണ്ടാക്കരുത് നിങ്ങളൊക്കെ കൂടെ എന്ന ഈ അഭിപ്രായത്തോടുള്ള താങ്കളുടെ പ്രതികരണം. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ പാടില്ല എന്നുള്ളതാണ് CPIയുടെ പൊതു നിലപാട്. പക്ഷേ ശ്രീ മോഹൻലാൽ പറഞ്ഞതിനോടൊന്നും ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നത്. അദ്ദേഹം കാര്യം മനസ്സിലാക്കാതെയാണ് പറഞ്ഞത് എന്നാണ്. ഇപ്പോൾ സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങുകൾക്ക് എത്രമാത്രം ഗതാഗത തടസ്സമാണ് ഉണ്ടാകുന്നത് അറിയാമല്ലോ. കടകളുടെ ഉദ്ഘാടനം, ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ. അന്നൊന്നും ഇല്ലാത്ത ഒരു സാമൂഹ്യ ബോധം പെട്ടെന്ന് ഈ ജാഥ വരുന്നത് അത് നിരുപദ്രവകരമായിട്ടുള്ള ഒന്നാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ജാഥയുടെ വിഷയം എന്തുമായിക്കോട്ടെ, പറയുന്ന പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ, റോഡ് ബ്ലോക്ക് ഉണ്ടാക്കരുത് ദയവ് ചെയ്ത് രാഷ്ട്രീയ പാർട്ടിക്കാർ എന്ന ഒരു പൊതു അഭിപ്രായത്തിൻ്റെ ഒരു ചെറിയ അനുരണമാണ് ഈ മോഹൻലാലിൻ്റെ അഭിപ്രായ പ്രകടനം. സമൂഹം അങ്ങനെ കരുതുന്നു. നിങ്ങളുടെ രാഷ്ട്രീയ ജാഥകളെ അവർ ഗൗനിക്കുന്നത് പോലുമില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരാണ് മുൻനിന്നിട്ടുള്ളത്? സിനിമാ താരങ്ങളല്ലല്ലോ. എന്നാൽ തൊഴിലെടുക്കുന്നത് തൊഴിലാളി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ പണിമുടക്കിയാൽ കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമുക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ പണിമുടക്കാനുള്ള സ്വാതന്ത്ര്യവും തൊഴിലാളിക്കുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമായി. പണ്ട് മുതലേ രാഷ്ട്രീയ സന്ദേശ ജാഥകളുണ്ടായിരുന്നു, കാൽനട ജാഥകളുണ്ടായിരുന്നു. ഇപ്പോഴും അതുതന്നെയാണോ ജനങ്ങളുമായി സംസാരിക്കാനുള്ള ഒരു ഫലപ്രദ മാർഗം? അത് മാർഗങ്ങൾ പലതാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് ഞങ്ങൾ ഈ ജാഥ നടത്തി, ജനകീയ യാത്ര എന്നാണ് ഞങ്ങളുടെ ജാഥയുടെ പേര്. അതുകൊണ്ട് മുഴുവൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുമായി പങ്കിടാൻ കഴിയും എന്ന് ഞങ്ങൾ ധരിക്കുന്നില്ല. എന്നാൽ അതേസമയം ആ ആശയങ്ങൾ ജനങ്ങളിലും ഞങ്ങളുടെ തന്നെ അണികളിലും എത്തിക്കുന്നതിനും വരാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ അവരെ സജ്ജമാക്കുന്നതിനും ഈ ജാഥ കൊണ്ട് ഉപകരിക്കും എന്നാണ് ഞങ്ങൾ. അണികളെ സജ്ജമാക്കാൻ അതിന് ജാഥകൾ ഉപകരിക്കും. ഇനി ഈ രാഷ്ട്രീയ പ്രചരണ ജാഥയിലെ സന്ദേശം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് താങ്കൾ തന്നെ ന്യൂനപക്ഷങ്ങളെ വല്ലാതെ പ്രീണിപ്പിക്കുന്നു ഇടതുപക്ഷം എന്നൊരു സംശയം ഭൂരിപക്ഷ സമുദായങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നൽകാൻ പോകുന്ന സന്ദേശം എന്താണ്? ഞങ്ങൾ മതനിരപേക്ഷതയുടെ ആവശ്യകത കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഉള്ള ശ്രമമാണ്. മതനിരപേക്ഷത എല്ലാവരും തത്വത്തിൽ അംഗീകരിക്കുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നമുണ്ടല്ലോ, വല്ലാതെ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്തെ ചില മന്ത്രിമാർക്കെതിരെ ന്യൂനപക്ഷങ്ങളെ വല്ലാതെ പ്രീണിപ്പിക്കുന്നു എന്ന ഒരു ആരോപണം ശക്തമായുണ്ട്. 3-4 വർഷം അത് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. ആ വിഷയം ഗൗരവമായി താങ്കൾ? ഇല്ല, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ന്യൂനപക്ഷ സംരക്ഷണത്തിലാണ് വിശ്വസിക്കുന്നത്. ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ, പിന്നോക്കക്കാരുടെയും ദളിതുകളുടെയും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി എക്കാലവും നിന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് ഈ ജാഥയിൽ മതനിരപേക്ഷതയോടൊപ്പം തന്നെ സാമൂഹ്യനീതി എന്നൊരു വിഷയം ഞങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ ന്യൂനപക്ഷ പ്രീണനം എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞത് എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നത് ന്യൂനപക്ഷ സംരക്ഷണത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി ന്യൂനപക്ഷ പ്രീണനത്തിന് ഒരു താല്പര്യവുമില്ലാത്ത പാർട്ടിയാണ്. ഞങ്ങൾ കൊക്കിനെ തലയിൽ വെണ്ണ വെച്ച് പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ, കുട്ടനാട്ടിൽ പറയാറുണ്ട്, കൊക്കിനെ തലയിൽ വെണ്ണ വെച്ചാൽ അത് ഉരുകി കണ്ണിലേക്ക് വരുമ്പോൾ കൊക്ക് കണ്ണടയ്ക്കും, അപ്പോൾ പിടിക്കാം എന്ന്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനത്തെ ഞങ്ങൾ എതിർക്കുന്നു. ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കും. CPIയുടെ ഒരു നിലപാട് എങ്ങനെ? ഈ ന്യൂനപക്ഷ പ്രീണനം എന്താണ്? ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന ഒരു ക്രീമി ലെയറുണ്ട്. അവർക്കാണ് ഭരണകൂടങ്ങളെയും രാഷ്ട്രീയത്തെയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ വാണിജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ലക്ഷക്കണക്കായ ജനങ്ങളുടെ പേര് പറഞ്ഞ് പല കാര്യങ്ങളും അവർ ഭരണകൂടങ്ങളെ സമ്മർദ്ദത്തിൽ നിർത്തി കാണിക്കാറുണ്ട്. അവർ പലരുമാണ് പല സമുദായ സംഘടനകളുടെയും നേതൃത്വത്തിലും ഉള്ളത്. അപ്പോൾ ഇവരുടെ എല്ലാം ഈ സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ താല്പര്യം നോക്കാതെ
ഇവരുടെ താല്പര്യം നോക്കുന്നതിനെയാണ് പ്രീണനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത്. ചില വ്യക്തമായ ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ട്. അത് ചിലപ്പോൾ പരിധി വിട്ട് പോകാറുമുണ്ട്. അതാണ് കുറച്ചുകൂടെ സ്പെസിഫിക് ആകാമോ എന്ന് ഞാൻ ചോദിച്ചു. അത് എന്ത് പ്രീണനം എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ ഭരണം എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. വടക്കേ ഇന്ത്യയിൽ ബീഫ് വിവാദവുമായി ബന്ധപ്പെട്ട വലിയ ആക്രമണങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ഇടതുപക്ഷം കേരളത്തിൽ വളരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായങ്ങളുടെ വോട്ട് കാര്യമായി കിട്ടിയത് എന്നുള്ളതൊരു വസ്തുതയാണ്. അതോടൊപ്പം BJP കാര്യമായൊരു വേരോട്ടം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തി. അതും സത്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് BJPയിലേക്ക് വന്നു ചേർന്നു. കോൺഗ്രസ്സാണ് എൻ്റെ ദോഷമുണ്ടായ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും. പക്ഷേ അതുകൊണ്ട് കാര്യങ്ങൾ നിൽക്കില്ല. അപ്പോൾ ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ ചോയ്സ് ആരുടെ കൂടെ നിൽക്കണം, ഏത് വിഷയം എടുത്ത് ഉയർത്തണം എന്നുള്ളത് കുറച്ചുകൂടെ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമല്ലേ? ഇല്ല, ഞങ്ങളുടെ പൊതു നിലപാട് ഈ സെക്യുലറിസം, മതനിരപേക്ഷത, ആ മതനിരപേക്ഷ പൊതുമണ്ഡലം ശക്തിപ്പെടുത്തണം. അത് ശക്തിപ്പെടണമെങ്കിൽ ഇടതുപക്ഷം ദുർബലമായാൽ സാധ്യമല്ല. ഇടതുപക്ഷത്തിന് ഈ വർഗീയ ശക്തികളെ, അത് ഭൂരിപക്ഷ വർഗീയതയാകട്ടെ ന്യൂനപക്ഷ വർഗീയതയാകട്ടെ, ഒരേപോലെ ചെറുക്കാൻ സാധിക്കുകയുള്ളൂ. BJPയുടെ വളർച്ച കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നതാണ്. ഈ ഭൂരിപക്ഷ വോട്ടുകൾ അങ്ങോട്ടേക്ക് കൺസോളിഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയണ്ട, പക്ഷേ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കണം, അതേസമയം ഭൂരിപക്ഷ വോട്ടുകൾ പോകാതെ നോക്കണം, BJPയെ തടയണം. വളരെ ശ്രമകരമായൊരു ജോലിയാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നതിന് ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. അതുകൊണ്ട് അതിന് നേരിടുന്ന പലപ്പോഴും വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഇടതുപക്ഷ പാർട്ടികൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ട്. ഞങ്ങൾക്ക് പാളിച്ചകളോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളോ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, തിരുത്തി മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊരു വിശ്വാസമുണ്ട്. അവരൊരു നിലപാട് സ്വീകരിച്ചാൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്ന ഒരു ധാരണയുണ്ട്. അതിന് ശക്തിപ്പെടുത്തി പാർട്ടിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തെ മുറിച്ചു കിടക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ന്യൂനപക്ഷ ഭൂരിപക്ഷ വേർതിരിവ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വളരെ കൃത്യമായി പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയല്ലേ? അത് ശ്രദ്ധയിൽപ്പെടുന്നത് അതങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ട്. എന്നാൽ കേരളത്തിൽ ഈ പറയുന്ന ഒരു ന്യൂനപക്ഷക്കാരന് ന്യൂനപക്ഷമായിട്ടോ ഭൂരിപക്ഷ സമുദായക്കാരന് ഭൂരിപക്ഷമായിട്ടോ മാത്രം ജീവിക്കാൻ പറ്റാത്ത ഒരു സമൂഹമാണ് കേരളം. ഈ കേരളത്തിലെ മനുഷ്യൻ്റെ കൂട്ടായ്മ തകർക്കാനുള്ള ശ്രമം, അത്തരം വർഗീയതയിൽ കൂടി അവർ ശ്രമിച്ചാൽ അതിനെ ചെറുത്തു നിന്ന പാരമ്പര്യവും ഈ കേരളത്തിനുണ്ട്. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ജൂലൈ മാസത്തെ പ്രസ്താവന ന്യൂനപക്ഷ പ്രീണനം കുറച്ച് കൂടിപ്പോകുന്നു ഇടതു പാർട്ടികൾക്ക് എന്നൊരു സംശയം, അതൊരു അനാവസരത്തിലുള്ള പ്രസ്താവനയല്ല. അത് NE ബാലറാമിനെ പോലെ ഒരു സമാദരണീയനായ ഒരു നേതാവിൻ്റെ അനുസ്മരണ യോഗത്തിൽ, ഒരു ഇൻഡോർ യോഗത്തിൽ എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ്. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ആ പ്രസംഗത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ആത്മപരിശോധന നടത്തേണ്ട ചില വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പരാമർശിച്ചുകൂടെ പറഞ്ഞാണ്. അത് എനിക്ക് CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ അത്തരമൊരു പരാമർശം നടത്താൻ CPIയുടെ നയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പറയാൻ പറ്റൂ. എനിക്ക് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും അതൊന്നും ഉറക്കെ ചിന്തിക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ പറയാൻ കാരണം ഇതൊരു ഫൈൻ ബാലൻസ്, എവിടെയോ ഈ ഒരു ബാലൻസിങ് ആക്ട് പുതിയ കാലത്ത് നമ്മൾ കുറച്ചുകൂടെ സൂക്ഷിച്ച് ചെയ്യണം. BJPയുടെ ആവിർഭാവം അത് മാധ്യമങ്ങൾ ചെയ്ത ആ വാർത്തയിൽ നൽകിയ ഫോക്കസിൻ്റെ അതുകൊണ്ടാണ് അതിൽ ചില ഭാഗങ്ങൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്തതുകൊണ്ട് ജിമ്മി എൻ്റെ ആ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഞാൻ എന്തെങ്കിലും അതിൽ തെറ്റായി പറഞ്ഞു എന്ന് പറയാൻ കഴിയുകയില്ല. കേരളം ഇനി അങ്ങോട്ട് എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും പ്രഖ്യാപിക്കാനും CPMൻ്റെ ഒരു പഠന കോൺഗ്രസ് കഴിഞ്ഞതേ ഉള്ളൂ. അതിലെ എല്ലാ നയങ്ങളെയും അങ്ങനെ അംഗീകരിക്കാനാവില്ല എന്ന് CPIയിൽ നിന്ന് അഭിപ്രായ പ്രകടനവും ഉണ്ടായി. CPM ചില കാര്യങ്ങളുടെ മൊത്ത കോൺട്രാക്റ്റ് പിടിക്കുന്നതിനുള്ള അതൃപ്തി ഒഴിവാക്കിയാൽ സത്യത്തിൽ അങ്ങനെ ഒരു വിരോധമുണ്ടോ? ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസനത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണകളുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഞങ്ങൾ CPMൽ നിന്ന് വികസനത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു. ഈ പഠന കോൺഗ്രസിൽ പ്രഖ്യാപിച്ച ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏതിനോടാണ് CPIക്ക്
താത്വികമായി എതിർപ്പ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയാം. ഇതിനെ സംബന്ധിച്ചിടത്തോളം വികസനം ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നത് സുസ്ഥിര വികസനം എന്ന ആശയമാണ്. സുസ്ഥിര വികസനത്തിൻ്റെ കേന്ദ്രബിന്ദു പ്രകൃതിയും മനുഷ്യനുമാണ്. വികസനത്തിൻ്റെ മുതലാളിത്ത സങ്കല്പത്തിൻ്റെ കേന്ദ്രബിന്ദു മൂലധനവും ലാഭവുമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഞങ്ങളുടെ ധാരണ. അത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ ധാരണയുമാണ്. അതിനോട് CPM വിയോജിക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല. അപ്പോൾ ഒരു സർവേ കണ്ടു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീടുകൾ വാങ്ങിച്ച് അടച്ചിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ്. ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വീടില്ലാത്ത സംസ്ഥാനവും കേരളമാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ സ്വത്തിൻ്റെ വിതരണത്തിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു വലിയ ഇംബാലൻസ് ഉണ്ട്. അത് പാവപ്പെട്ടവന് അനുകൂലമാക്കി അത് കൊണ്ടുവരണം. അവൻ്റെ ആവശ്യങ്ങൾ നേടാൻ കഴിയുന്ന ഒരു വികസനമാണ് കേരളത്തിൽ ആവശ്യം. ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്ത പാർട്ടികൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലപ്പോഴും ശരിയായിരുന്നു എന്ന് നമുക്ക് കേരളത്തിൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളും ഈ സുസ്ഥിര വികസനത്തെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ സമർപ്പിക്കുന്നുണ്ട്. മാർച്ച് മാസത്തിലാദ്യം സുസ്ഥിര വികസനത്തെ സംബന്ധിച്ച് ഒരു ദേശീയ സെമിനാർ ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ആ സെമിനാറിൽ 7 വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് കൺക്ലൂഡ് ചെയ്തിട്ട് ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളും LDF കൊടുക്കും. CPM ഒരു കോൺഫറൻസ് നടത്തുന്നു, വികസന അജണ്ടയെക്കുറിച്ച് പഠനം നടത്തുന്നു, CPI നടത്തുന്നു, CPM ജാഥ നടത്തുന്നു, CPI ജാഥ നടത്തുന്നു. പക്ഷേ CPM നേതൃത്വം കൊടുക്കുന്ന മുന്നണി രണ്ടാമത്തെ പാർട്ടിയാണ്. വ്യത്യസ്തമായി CPIയുടെ ഒരു നിലപാട്, ഒരു ഐഡൻറ്റിറ്റി കുറച്ചുകൂടി ശോഭിപ്പിക്കാൻ കാര്യങ്ങൾ ഇനിയും വേണ്ടേ? ഈ CPIയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ ഐഡൻറ്റിറ്റി സ്ഥാപിക്കുക എന്നതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെ. ഞങ്ങൾ ഈ പ്രശ്നങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നു. എന്നാൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ മുൻപേത് കാലത്തേക്കാൾ കൂടുതൽ രാഷ്ട്രീയമായും ആശയപരമായും യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് CPIയുടെ ഐഡൻറ്റിറ്റി അറിയിക്കാൻ വേണ്ടി CPM പറയുന്നതിനെല്ലാം എതിര് പറയണം എന്ന് ഒന്നില്ല. CPM ഒക്കെ വെല്ലുവിളി നേരിടുന്നുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ. സ്വാഭാവികമായും ചെറിയ പാർട്ടി എന്ന നിലയിൽ CPI ആണത് കൂടുതൽ അനുഭവിക്കുന്നത്. മറ്റ് പല സംസ്ഥാനങ്ങളിലുമുണ്ട്. ലെഫ്റ്റിനെ മാർജിനലൈസ് ചെയ്യാൻ വേണ്ടി ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിന് കോർപ്പറേറ്റ് രാഷ്ട്രീയ പാർട്ടികളും കോർപ്പറേറ്റ് മാധ്യമങ്ങളും എല്ലാം അതിനകത്തൊരു സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ, അതുകൊണ്ടാണ് ഞങ്ങൾ ജനപക്ഷ സമരങ്ങൾ, ജനപക്ഷ പോരാട്ടങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് ജനങ്ങളുടെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനം സുസജ്ജമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങൾ തീരുമാനിച്ചു പോകുന്നത്. CPM നേതാക്കൾ സംസാരിക്കുമ്പോൾ CPM എന്ന വാക്ക് കൂടുതൽ ഉപയോഗിക്കുകയും CPI നേതാക്കൾ ലെഫ്റ്റ് എന്ന വാക്കാണ്, വിശാല ഇടതുപക്ഷം എന്ന വാക്കാണ് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അവിടെ തന്നെ ഉണ്ടല്ലോ ഒരു പ്രകടമായ വ്യത്യാസം. അതെ, ഞങ്ങളുടെ രാഷ്ട്രീയമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. CPI വിശാലമായ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രമായി അല്ലെങ്കിൽ CPMന് മാത്രമായി ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് വരുത്താൻ പറ്റുമോ എന്ന് ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ വർത്തമാനകാല രാഷ്ട്രീയത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാനുള്ള ഓരോ പാർട്ടിയുടെയും കഴിവിൻ്റെ വ്യത്യാസം കൊണ്ടാകാം പലപ്പോഴും പലരും പലതരത്തിൽ പറയുന്നത്. സീസറിൻ്റെ ഭാര്യ UDF മാത്രമല്ല LDFലും ഉണ്ട്. പിണറായി വിജയനെതിരായ കേസ് വിചാരണയിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്കും ഉണ്ടാവും സീസറിൻ്റെ ഭാര്യ പ്രശ്നം. CPI ആദ്യം മുതൽ എടുത്ത നിലപാട് നിയമത്തിൻ്റെ വഴിക്ക് എന്നുള്ളതാണ്. അഴിമതിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സോളാർ കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതുന്നതിന് മുമ്പ് കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വരുമെന്നാണ് തോന്നുന്നത്. ടൈറ്റാനിയം കേസിലും ചില കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ബാർ കേസിൽ പോലും കോടതി ഇടപെടൽ ചില കാര്യങ്ങളുണ്ടാവാം. KM മാണി, K ബാബു, ഉമ്മൻചാണ്ടി ഈ 3 പേരാണ് നിരന്നു നിൽക്കുന്നത്. കോടതി നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഇവർ മാറി നിൽക്കണം എന്ന് പാർട്ടി ആവശ്യപ്പെടുമോ? ഇല്ല, ഈ സംബന്ധിച്ച് കോടതി വിധി വന്നാലും മറ്റുള്ള കാര്യങ്ങൾ വന്നാലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നിയമത്തിനും ചട്ടത്തിനും അനുസരിച്ചുള്ള ഉള്ള അവകാശം അവർക്കെല്ലാം ഉണ്ടല്ലോ. ഞങ്ങൾ ഇവരും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്ന ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചത്. ആ ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചത്
ഇവർ അധികാരത്തിലിരുന്നാൽ ഈ അന്വേഷണം വഴിതിരിച്ചു വിടും എന്നുള്ളത് കൊണ്ടാണ്. അത് ഞങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞത് മാത്രമല്ല, കേരളത്തിൻ്റെ ഹൈക്കോടതി അതിൻ്റെ പരാമർശങ്ങളിൽ അവർ ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു ഹൈക്കോടതിക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് സീസറിൻ്റെ കഥ പറഞ്ഞുകൊണ്ട്. പക്ഷേ സീസറിൻ്റെ ഭാര്യയും സംശയാതീതമായി ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ധാർമ്മികതയുണ്ടായ മാണി ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരം വിജിലൻസ് കോടതി പറഞ്ഞപ്പോൾ ഒരു ധാർമ്മികതയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി അതിനുശേഷം സുപ്രീം കോടതിയിൽ പോകാൻ വല്ല വകുപ്പുണ്ടോ എന്ന് നിയമജ്ഞന്മാരുമായി ആലോചിച്ചപ്പോൾ ഇതിനേക്കാൾ കൂടിയ പരാമർശനം വല്ലതും വന്നാൽ പിന്നെ വഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് രാജിവെച്ചത്. അത് ഞങ്ങൾ കോട്ടയംകാർക്കെല്ലാം അറിയാം. സീസറിൻ്റെ ഭാര്യ UDF മാത്രമല്ല LDFിലും ഉണ്ട്. പിണറായി വിജയനെതിരായ കേസ് ഒരു പക്ഷേ വിചാരണയിലേക്ക് പോകണോ വേണ്ടയോ എന്ന് കോടതി പരിശോധിക്കാൻ പോവുകയാണ്. വിചാരണയിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്കും ഉണ്ടാവും സീസറിൻ്റെ ഭാര്യ പ്രശ്നം. കണിശമായിട്ടും ഞങ്ങളിപ്പോൾ നിയമപരമായി അത്തരം പ്രശ്നങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതൊന്നും ഇല്ലാതെയാണ് ഈ കാലം അത്രയും എത്തിയതെന്ന് പറയാൻ പറ്റുമോ? CPI ആദ്യം മുതൽ എടുത്ത നിലപാട് നിയമത്തിൻ്റെ വഴിക്ക് എന്നുള്ളതാണ്. ഒരു അഴിമതി കേസിൽ നേതാവ് വിചാരണ നേരിടുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അയാൾ മത്സരിക്കാൻ പാടില്ല എന്നുള്ളതാണ് CPM ഈ വിഷയത്തിൽ മുമ്പ് വലിയ വിവാദം ഉണ്ടായപ്പോൾ പോളിറ്റ് ബ്യൂറോ പറഞ്ഞത്. CPIയുടെ ഈ കാര്യത്തിൽ നിലപാടെന്താണ്? CPIയുടെ ഒരു നേതാവ് ഒരു അഴിമതി കേസിൽ വിചാരണ നേരിടുകയാണെങ്കിൽ അയാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമോ? ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം സാഹചര്യങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. ഞങ്ങളുടെ മന്ത്രിമാർ അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ രാജിവെച്ച് അഴിമതി അന്വേഷണം നേരിട്ട ചരിത്രമാണ് കേരളത്തിലുള്ളത്. കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് CPM അതിൻ്റെ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും പിണറായി വിജയൻ കേസ് ട്രയലിലേക്ക് പോവുകയാണെങ്കിൽ മത്സരിക്കില്ല എന്നുമായിരിക്കും. അത് കോൺഗ്രസിൻ്റെ ചിന്തയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ ചോദ്യത്തിന് മുമ്പിൽ ഇപ്പോൾ ചൂളുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച കോടിയേരി ബാലകൃഷ്ണനോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോഴും അത്ര വ്യക്തമായൊരു ഉത്തരമല്ല. വളരെ കൃത്യമായി പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നോ, വിചാരണ നേരിടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ, ഉണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യത്തിന് എന്താണ് ആരും മറുപടി പറയാത്തത്? ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയൊരു പ്രശ്നമില്ല. ഓരോ പാർട്ടികളുമാണ് അതാത് പാർട്ടികളുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത്. അപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അങ്ങനൊരു നിലപാടില്ല. CPMഉം ഈ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അത് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയാണ്. അതിൽ ഞാനൊരു മറുപടി പറയുന്നത് ഉചിതമല്ല എന്നതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറയാത്തത്. അതുകൊണ്ടാണ് CPI ആണ് ഇങ്ങനൊരു പ്രശ്നം നേരിട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നുവെന്ന് ഞാൻ വളഞ്ഞൊരു ചോദ്യം ചോദിച്ചു. അത് സാങ്കല്പികമാണ് ആ ചോദ്യം. അല്ല, ഒരു നിലപാട് വ്യക്തമാക്കുന്നതിൽ തടസ്സമുണ്ടോ? ഇല്ല, CPIയെ സംബന്ധിച്ചിടത്തോളം അത്രയൊരു സിറ്റുവേഷൻ വന്നാലേ ഞങ്ങളിപ്പോൾ പാർട്ടി എടുക്കുന്ന നിലപാടുകൾ ഇങ്ങനെ വന്നാൽ എന്തുവരും? ഞങ്ങൾ ഈ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴാണ് തീരുമാനങ്ങളിലേക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടിയും വരുന്നത്. അത്തരമൊരു പ്രശ്നം ഇന്ന് ഞങ്ങളുടെ മുന്നിലില്ല. നാളെ വന്നാൽ എന്ത് ചെയ്യും എന്ന് ഞങ്ങൾ നാളെ തീരുമാനിക്കും. വെള്ളാപ്പള്ളി നടേശൻ്റെ പാർട്ടി ഇനി BJP ബന്ധം വിട്ടുവന്നാൽ നിങ്ങളെടുക്കും? വെള്ളാപ്പള്ളി നടേശൻ്റെ പാർട്ടി എന്താണ് അതിൻ്റെ നിലപാടെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. കണ്ടോ, വരാൻ പോകുന്ന ഒരു സാധ്യത ഇപ്പോഴും മുന്നിലിട്ടുകൊണ്ട് വേണമെങ്കിൽ ഇവരെയൊക്കെ ചേർക്കാം എന്ന് ഭാവിയിൽ അങ്ങനെ ഒരു ആലോചന നിങ്ങൾ? ഞാൻ പറഞ്ഞതിനെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. VS അച്യുതാനന്ദൻ CPMൻ്റെ നേതാവാണ്. അതുകൊണ്ട് തന്നെ CPMൻ്റെ ആഭ്യന്തര കാര്യമാണെന്ന് താങ്കൾ പറയും. പക്ഷേ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് കൂടിയാണല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ VS അച്യുതാനന്ദൻ്റെ പങ്ക് നിശ്ചലമായിരുന്നുവെന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടു. CPMലെ ചില നേതാക്കൾക്ക് അങ്ങനെയല്ല എന്ന അഭിപ്രായമുണ്ട്. അത് പോട്ടെ, അത് ആ പാർട്ടിയുടെ കാര്യം. അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് VS ശക്തമായി ഉണ്ടാകണം എന്ന അഭിപ്രായം CPI നേരത്തെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ മാറ്റമുണ്ടോ? ഇല്ല, ഞങ്ങളുടെ ഇന്ന് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ 5 വർഷം ആകുന്നു ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് VS തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. ക്യാമ്പയിൻ്റെ ഏറ്റവും അവസാനത്തെ 2-3 ദിവസങ്ങൾ സുഖമില്ലാത്ത ഒഴിച്ചാൽ ബാക്കി ഫുൾ ഡേ ഈ പ്രായമൊക്കെ ആയിട്ട് അദ്ദേഹം ക്യാമ്പയിനിലായിരുന്നു. അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അയോഗ്യത കൽപ്പിക്കാനുള്ളൊരു കാര്യം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. ആ അഭിപ്രായം തന്നെയാണ് എനിക്കിപ്പോഴുള്ളത്. മുന്നണി ബന്ധങ്ങളിലേക്ക് വന്നാൽ ജനതാദൾ തിരിച്ചു വരണം, RSP തിരിച്ചു വരണം മുതലായ അഭിപ്രായ പ്രകടനങ്ങൾ CPIക്ക് പണ്ടേ ഉണ്ട്, CPMന് ഇപ്പോഴുണ്ട്. ഇതിൻ്റെ കൂടെ ലോജിക്ക് മുമ്പ് പോയ പാർട്ടികളാണ്. ഈ കേരള കോൺഗ്രസ് ജോസഫിനെ വിട്ടുകളഞ്ഞു. ഇല്ല, ജോസഫ് ഞങ്ങൾ അന്ന് പോകുമ്പോൾ തന്നെ അത് കേരള കോൺഗ്രസ് മാണിയായി.
എല്ലാം നേതാക്കന്മാരുടെ പേരോടുകൂടിയാണല്ലോ പാർട്ടി, അവരുടെ പാർട്ടി. അപ്പം ജോസഫ് ചിത്രത്തിൽ നിന്ന് പോയി, മാണിയിൽ ജോസഫ് ലയിച്ചു. അതോ RSP ജനതാദൾ യുണൈറ്റഡ് പോലെയല്ല, ഈ നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ വേർതിരിവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും BJPയുടെ വരവുമൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തരം പാർട്ടികളുടെ കാര്യത്തിൽ തൽക്കാലം തിരിഞ്ഞു നോക്കുന്നില്ല ഇടതുമുന്നണി എന്നാണ്? അല്ലല്ല, ഞങ്ങൾ മുന്നണിയിലത് തീരുമാനിക്കുന്നത് സ്വാഭാവികമായി അത് ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളോടൊപ്പം INL ഉണ്ടല്ലോ, കക്ഷിയല്ല മുന്നണിയിൽ കക്ഷിയല്ല. അപ്പോൾ ഞങ്ങളോടൊപ്പം കഴിഞ്ഞ നാളുകളിലൊക്കെ നിൽക്കുന്നവരാണ്. ഞങ്ങൾ നോക്കുന്നത് അവർ നടപ്പിലാക്കാൻ പോകുന്ന പരിപാടി നയം എന്ത് എന്നതിനെ സംബന്ധിച്ചാണ്. അതോ ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടെ ശക്തമായ ഒരു ഭൂരിപക്ഷ കാർഡ് ഇടതുമുന്നണി കളിച്ചേക്കും? അതിൻ്റെ പല സൂചനകൾ, താങ്കളുടെ പ്രസ്താവന അനവസരത്തിൽ മീഡിയ കോട്ട് ചെയ്തതാണെങ്കിൽ പോലും പൊതുവെ അതിലൊരു അന്തരീക്ഷം തെളിഞ്ഞു വരുന്നുണ്ട്. അതേസമയം ചില മുദ്രാവാക്യങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അനുകൂലമായി ഞങ്ങൾ ഏതെങ്കിലും സമുദായത്തിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടോ കമ്മ്യൂണിസ്റ്റുകാർ ഒരു നിലപാടും സ്വീകരിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഈ വർഗീയ പാർട്ടികൾ ആരൊക്കെയാണ്? BJP ആണ്, നിങ്ങൾക്ക് തർക്കം ഉണ്ടാവില്ല. മുസ്ലിം ലീഗ് ആണോ? വെള്ളാപ്പള്ളി നടേശൻ്റെ പാർട്ടി ആണോ? ഇല്ല, ജാതി സംഘടന ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും സെക്കുലർ അല്ലാതെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, രജിസ്ട്രേഷൻ കിട്ടുകയില്ല. അപ്പോൾ എല്ലാ പാർട്ടിയും സെക്കുലറാണ് തത്വത്തിൽ. പിന്നെ അവർ സ്വീകരിക്കുന്ന നിലപാടുകൾക്കനുസരിച്ചാണ്. നാളെ മാറ്റി പറയാതിരിക്കാനാണ്, ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പാർട്ടി ഇനി BJP ബന്ധം വിട്ടുവന്നാൽ നിങ്ങൾ എടുക്കുമോ? വെള്ളാപ്പള്ളി നടേശൻ്റെ പാർട്ടി എന്താണ് അതിൻ്റെ നിലപാടെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ പറഞ്ഞ നമ്പൂതിരി മുതൽ നായാടി വരെ അതൊക്കെ SNDP അന്ന് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പുതിയ പാർട്ടി വന്നു കഴിഞ്ഞതിന് ശേഷം എന്താണ് അവരുടെ നിലപാട്, വ്യത്യസ്ത പ്രശ്നങ്ങളിൽ എടുക്കുന്ന നിലപാട് എന്താണ് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമേ അത് സംബന്ധിച്ച് നമുക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ വിലയിരുത്താൻ പറ്റൂ. കണ്ടോ, വരാൻ പോകുന്ന ഒരു സാധ്യത ഇപ്പോഴും മുന്നിലിട്ടുകൊണ്ട് വേണമെങ്കിൽ ഇവരെയൊക്കെ ചേർക്കാം എന്ന് ഭാവിയിൽ അങ്ങനെ ഒരു ആലോചന നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞതിനെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. എല്ലാ വർഗീയതയ്ക്കും ഞങ്ങൾ എതിരാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഗ്രേഡ് കുറഞ്ഞ ആരെയും എടുക്കാമെന്നതിൻ്റെ അർത്ഥമില്ല. വർഗീയതയ്ക്ക് എല്ലാം എതിരാണ്. അങ്ങനെ ഒരു സെക്കുലർ ഫാബ്രിക് സംരക്ഷിച്ചുകൊണ്ട് തന്നെ മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ മഴവിൽ സംസ്കാരം അപ്രത്യക്ഷമാവും. സത്യത്തിൽ ഈഴവ സമുദായാംഗങ്ങളുടെ യോജിപ്പിനെ BDJS എന്ന പാർട്ടിയെ നിങ്ങൾ പേടിക്കുന്നുണ്ടോ? ഞങ്ങൾക്കൊരു പേടിയില്ല. ഞങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും പറഞ്ഞല്ലോ, അങ്ങനെ ഒരു പാർട്ടിയുടെ അവരുണ്ടാക്കട്ടെ. ഞങ്ങൾ SNDPയുടെ നേതൃത്വം എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതാണ്. സമുദായം തിരിച്ചുമായിരുന്നു, ജനങ്ങൾ തിരിച്ചായിരുന്നു. ആ ജനങ്ങൾ ഇപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ട്. നന്ദി. പോയിന്റ്